ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം ലൈക്ക് എൻ്റെ പബ്ലിക് വീഡിയോസ് ഫാമിലി വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെയാണ് കൂടുതൽ ചെയ്യാൻ പറയുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒഫീഷ്യലി ഒരു ക്യാമറാമാൻ ഇല്ല ഗൈസ്. അതാണ് എൻ്റെ പ്രശ്നം. ഇത് കാണുന്ന ആർക്കെങ്കിലും ഇനി ക്യാമറാമാനെ കിട്ടിയിട്ട് കാര്യമില്ല ഇവിടെ. സംഭവം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഏതാ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈക്ക് ഇതാണ് ഗൈസ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലാവും. ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഈ സ്ഥലമൊക്കെ വിട്ട് പോവുകയാണ്. കേരളം വിട്ട് പോവുകയാണ്. ഞാൻ അബ്രോഡൊന്നും പോവില്ല. ഞാൻ പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് ഗസ് ചെയ്യുക. അടുത്ത എൻ്റെ ട്രാവലിംഗ് വീഡിയോ അവിടെ എത്തുന്ന വീഡിയോയിൽ ഞാൻ പറയും. നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ ക്ലൂ തരാം. ഏകദേശം ഇന്ത്യയുടെ ഏറ്റവും അറ്റത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 3000 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ്. ചൂടെടുക്കേണ്ട ഫാനിട്ടാ കേൾക്കാൻ പറ്റില്ല. തൊപ്പി വെച്ചപ്പോൾ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചതാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും അങ്ങ് അറ്റത്തുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പം ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യും എവിടെയാണെന്ന്. ഏറ്റവും അറ്റത്താണ്, ഏറ്റവും അറ്റത്ത്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ എന്നത് പറയാം. അപ്പോൾ നമ്മുടെ പെട്ടി ഇതാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ഈ സെലിബ്രിറ്റീസ് ഒക്കെ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എവിടെയെങ്കിലും ഷിഫ്റ്റ് ആകുമ്പോഴൊക്കെ അവർ വീഡിയോ ചെയ്യും ഗൈസ്. പെട്ടി പാക്കിംഗ് വീഡിയോ. ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ പെട്ടി പാക്കിംഗ് വീഡിയോ ഒന്നും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ കാണാനുള്ളത്. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഒന്നും കാണുമല്ലോ എനിക്കറിയാം. എന്നാലും നിങ്ങൾ കണ്ടേ പറ്റൂ. ഇത് മൊത്തം കാണണം. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പെട്ടി പാക്ക് ചെയ്യുന്നതാണ്. ഞാൻ പെട്ടി പാക്ക് ചെയ്തിട്ട് ഞാൻ 2-3 ദിവസം മുന്നേ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് രാത്രി എനിക്ക് പോകാൻ വേണ്ടി ഒരു 8-9 മണിക്കൂറേ ഉള്ളൂ ഗൈസ്. എന്നിട്ടാണ് ഞാൻ ഇപ്പോഴാണ് പെട്ടി പാക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സമയം കിട്ടിയില്ല. നല്ല റഷ്യ. ഈ പെട്ടിയുടെ കാര്യം പറയണെങ്കിൽ ഈ പെട്ടി ഏത് പെട്ടി? ദിസ് ഇസ് ഫ്രം സ്കൈ ബാഗ്സ്. സ്കൈ ബാഗിലുള്ള പെട്ടിയാണ്. സോറി, സ്കൈ ബാഗിന്റെ പെട്ടിയാണ്. ഈ സാധനമൊക്കെ എടുത്ത് കളയാൻ. ഓക്കെ, എന്റെ പെട്ടി എനിക്ക് സ്പോൺസർ ചെയ്തത് ചിനി ചേച്ചിയാണ്. സ്പെഷ്യൽ മെൻഷൻ പ്ലീസ്. മെൻഷൻ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ ദ പെട്ടി. എന്റെ ഈ സാധനങ്ങളെല്ലാം ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്തതാണ്. അമ്മ എന്തോന്ന് അവിടെ? ഓ, ഞാൻ തുറന്നു തരാം. ബാ ബാ ബാ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്റെ പെട്ടി പാക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്യുന്നത് ഇതിനാണ് ഗൈസ്. എനിക്ക് എന്റെ പിള്ളേരെ വിട്ടിട്ട് പോവാൻ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ എന്റെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി എന്റെ പിള്ളേരെ കൊണ്ടോട്ട് പോകണം ഗൈസ്. എന്റെ പിള്ളേരെ വിട്ടിട്ട് പോണേന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ അമ്മ ഫാൻ ഇടാതെ എനിക്ക് ഇത് ശബ്ദം ഗൈസ്. എന്റെ പിള്ളേരെ മിസ് ചെയ്തിട്ട് കടിച്ച് തിന്നാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പിള്ളേരെ വിട്ടിട്ട് പോകണ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞാൽ പിള്ളേരൊന്നും കൊണ്ടുപോകണില്ല. ഓക്കെ, നമുക്കപ്പോ സമയം കളയാതെ പെട്ടി പാക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇരുന്നോ. ഓക്കെ, ഈ വീഡിയോ നല്ല ലാഗ് ആയിരിക്കും കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ എല്ലാം ചെയ്യാൻ വേണ്ടി. ഈ പെട്ടിക്കകത്ത് നമ്മൾ ആദ്യമായിട്ട് വയ്ക്കുന്നത് അപ്പൊ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇത് ഏറ്റവും വലിയ വെട്ടി വെച്ചിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇത് ഇത്രയും കൊള്ളോ? ഇതിനകത്ത് മൊത്തം സാധനമുണ്ട്. ഓക്കെ, ഇൻഡക്ഷൻ കുറയണം. അത് വയ്ക്കുമ്പോൾ തന്നെ സ്ഥലം ചെയ്യും. അതല്ലാതെ ഇൻഡക്ഷൻ കുക്കർ കാണിക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ വിചാരിച്ചത് ഇൻഡക്ഷൻ കുക്കറാണ്. പക്ഷേ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ ഭയങ്കര വലുതായിട്ട് എന്റെ പെട്ടിക്കകത്ത് കൊള്ളൂല. അതുകൊണ്ട് ഞാൻ ഇൻഡക്ഷൻ കുക്കർ പെട്ടിക്കകത്ത് വെക്കണ്ടല്ലേ. അങ്ങനെയുള്ളത് വെളിയിൽ വെച്ചാൽ ഇത് വെച്ചാൽ ബാക്കി കൊള്ളാണ്ട വ്ളോഗിൽ ക്യാമറ അമ്മായി കണ്ടുകൂടാ. ഹായ്, ഇത് വെച്ചാ പിന്നെ ആദ്യം തുണി വെക്കാല്ലേ. ഓക്കെ ഗൈസ്, എന്റെ പെട്ടിക്കകത്ത് ആദ്യം വയ്ക്കുന്നത് എന്റെ ദൈവങ്ങളെയാണ് ഗൈസ്. എന്റെ കുറച്ച് ഫേവറേറ്റ് ദൈവങ്ങളുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ വീട്ടിൽ നിന്ന് പൂജാമുറി നടിച്ചു മാറ്റിയത്. ആ ദൈവങ്ങളെയാണ് ഫസ്റ്റ് വയ്ക്കുന്നത്. വയ്ക്കട്ടാ, നന്നായി വെക്കാം. ഇനി തരാം. രണ്ടാമത് വെക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് വട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഫിഷ് ടാങ്കാണ് വെക്കുന്നത്. എനിക്ക് മീനുകൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് മീൻ വാങ്ങാൻ വേണ്ടി ഇവിടെ ഫിഷ് ടാങ്ക് എല്ലാം കൂടി കൊണ്ടുപോകാനാണ്.
ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഡ്രസ്സുകളാണ് വെക്കാനുള്ളത്. അടുത്തതായി നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കൻ അച്ചാർ. ചിക്കൻ അച്ചാർ ഉണ്ടാക്കി തന്ന ആൾ ഇതായിരിക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്കൻ അച്ചാർ, മീൻ അച്ചാർ അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ എനിക്കൊരു കൊടുക്കാം, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ആളെ വിട്ട് ഉണ്ടാക്കി തരാം. അമ്മായി ഉണ്ടാക്കി തരാം. ഓക്കെ, ഇത് മീൻ അച്ചാർ, ഇതും അമ്മായി ഉണ്ടാക്കി തന്നതാണ്. അടുത്തതായി നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ്യൂംസ്. ഒരു ഹായ് പറ ബ്ലോഗിൽ. തല കുനിയോ ഞങ്ങൾ യാത്ര ആക്കാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ കണ്ടതാണ് എന്റെ ഞാൻ ജനിച്ചപ്പോ മുതലുള്ള ട്യൂഷൻ ടീച്ചർ. അതെ, അച്ചു ചേച്ചി. ബാക്കി ഡ്രസ്സൊക്കെ ഉണ്ട്. ഇത് എന്റെ ഓണമൊക്കെ അവിടെയാണ്, അതുകൊണ്ട് ഞാൻ 2 കുർത്തയും ഉണ്ടൊക്കെ കൊണ്ടുപോവാണ് ഓണത്തിനും വിഷുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ കോളേജിൽ ഓണ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. ഇതും ഒരു പാന്റാണ്. ഇത് എനിക്ക് ജിമ്മിൽ കൊണ്ടുപോകേണ്ട ടവൽ. ഇത് സെക്ടർ, എന്റെ സെക്ടർ. ഇതും പാന്റാണ്, സുഡിയ എന്നുള്ള പാന്റ്. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ. ഇത് കണ്ടോ, ഇത് 3 വാച്ച് 200 രൂപ. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, ഇതും കൂടി ഇതിനകത്ത് പാക്ക് ചെയ്യാനുള്ളതാണ്. എന്താ വേണമെങ്കിൽ ഹായ് പറ. ഇത് കേട്ടോ മാമിയാണ് നിങ്ങളെല്ലാം അത്യാവശ്യം എന്റെ ഒട്ടത്തെ വീഡിയോയിൽ എനിക്ക് പഴം കൊണ്ടുവന്നത്. ആ ഭാവിയുടെ കഴിച്ചത് ഇല്ല, ഒന്ന് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ വാച്ച്, ഒരു വാച്ച്. ആ ഇനിയും പ്രശ്നം. ഈ അമ്മായി നല്ല ചലപ്പറാണ്. ഇതൊന്നും മിണ്ടാത്തത് വീഡിയോ ആയതുകൊണ്ടാണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, ഞാൻ ഫോട്ടോ അയച്ചാൽ. ഇത് മസാലകൾ ഇട്ട് വെക്കേണ്ട കുപ്പി, 200 രൂപയുള്ളൂ ഇത്രയും സ്റ്റാൻഡ്. അടുത്തതായി നമ്മൾ ടേക്ക് ചെയ്യാൻ പോകുന്ന ബുദ്ധനെയാണ്. ഈ ബുദ്ധൻ ഞാൻ ഫിഷ് ടാങ്കിന്റെ സൈഡിൽ വെക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതിന്റെ ഒരു ഫേവറേറ്റ് ബുദ്ധനാണ് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓണത്തിന് കൊടുക്കാണ്ട മുണ്ടൊക്കെ ഉണ്ട്, ഓണത്തിന് കൊടുക്കാറുണ്ട്. ഇത് അച്ഛൻ്റെ അടിച്ചു മാറ്റിയത്. ഇല്ല. പിന്നെ ഫ്ലാസ്ക് വെച്ചോ. അടുത്തത് ഇതെന്റെ സ്കിൻ കെയർ പെട്ടിയാണ്. എന്റെ സ്കിൻ കെയർ ഐറ്റംസ് ഉള്ള പെട്ടിയാണ്. പക്ഷെ ഞാൻ ഇതിന്റെ അകത്ത് പാക്ക് ചെയ്യുന്നില്ല, കാരണം ട്രെയിനിങ് വെച്ച് എനിക്ക് 2 ദിവസം സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഇതിന്റെ അകത്ത് പാക്ക് ചെയ്യുന്ന ശരിയല്ല. അപ്പൊ ഞാൻ വേറെ അവിടെ വെക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഈ ഡ്രസ്സുകൾ തീർന്നതിന് ശേഷം ഞാൻ അടുത്തെന്തുണ്ടെന്ന് ഞാൻ ഇടാൻ പറയാം. ഇത് എനിക്ക് കോളേജിൽ കൊണ്ടുപോകേണ്ട ബാഗാണ്. ഇത് വേറൊന്നും ആവശ്യമില്ല, കാരണം നമ്മളെ നോട്ടൊക്കെ PDF എന്നാണ് പറഞ്ഞത്. അപ്പം നോട്ട് എഴുതാൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഞാൻ ഈ ബാഗ് എനിക്ക് ഉച്ചയ്ക്ക് ചോറോ എല്ലാം കൊണ്ടുപോകണമെങ്കിൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗ്. ഇതും ലിങ്ക് ചോദിക്കല്ലോ, ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് എനിക്ക് ചോറ് കഴിക്കേണ്ട ഒരു ക്യൂട്ട് പാത്രം. ഇത് ഇതിന്റെ സ്പോൺസർ ചേച്ചിയാണ്. ഇത് എല്ലാത്തിന്റെ സ്പോൺസർ ഓരോരുത്തർ ആണ്. ഞാൻ ഓരോന്നായിട്ട് വരുമ്പോ കാണിച്ചത്. കൃഷ്ണ, ഇത് കൃഷ്ണയുടെ സ്പോൺസർ. ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് പെട്ടിയിൽ പേക്ക് ചെയ്യുന്നതല്ല, എന്നാലും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഞ്ഞി വടിക്കാൻ ചിപ്പിലി, ചിപ്പിലിയുടെ എന്റെ പേര് ചിപ്പിലി. പിന്നെ ഇതൊരു ചീന ചട്ടി, ഇൻഡക്ഷൻ കുക്കർ നോക്കാൻ വേണ്ടിട്ടത്. പിന്നെ ഒരു കഞ്ഞിക്കലവും, ഒരു തൂക്കുപാത്രവും, ഒരു തവിയും. പിന്നെ ഇത് ഇവിടെ ഇരുന്നൊരു പാത്രം ഞാൻ അടിച്ചു മാറ്റിയിരുന്നാണ്. പിന്നെ ഇത് ആപ്പിളും പൊട്ടാറ്റയും ചെത്താൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കഴിക്കുന്ന പൊട്ടാറ്റ ആയതുകൊണ്ട് പിന്നെ ഇത് പീലർ. പിന്നെ ഇത് പാത്രത്തിന്റെ അടപ്പ്. ഇത് കുറച്ച് ഗ്ലാസ്, ഒരു കപ്പ്,
ഈ ഗ്ലാസും കപ്പും ഞാൻ ജയമേന അവിടെ നിന്ന് കാണിച്ചു മാറ്റി. ഇനി അടിച്ചു മാറ്റാൻ സമയമില്ല, ഞാൻ ഓടി നടന്ന് അടിച്ചു മാറ്റി ഇവിടെ നിന്ന്. ഇനി ഇതെനിക്ക് അവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടി തങ്കമ്മന്റെ കടയാണ്, അതെനിക്ക് വലുത്, ഭയങ്കര വലുത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എന്തായാലും കൊറിയർ അയക്കുമല്ലോ എനിക്ക്. അപ്പൊ ഞാൻ ഷേപ്പ് അടിച്ചിട്ട് വലിയ ഇത് കഴിച്ച് എനിക്ക് അവിടെ കത്തിക്കാൻ വേണ്ടി വളർത്തുക. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ പെട്ടിയുടെ ഒന്നാമത്തെ അറ പേക്ക് ചെയ്ത് തീർന്നിരിക്കുകയാണ്. നമ്മൾ പെട്ടി ക്ലോസ് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. അമ്മായി അതിനായി ഞാൻ ഇതെല്ലാം കൂടി കുത്തിക്കയറ്റി ഇത്രയും നേരം ഇതാക്കി 2 പെട്ടി നിറയുകയായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ട് ഈ തികളിവിടെ കണ്ടു. ഇവിടെ ഒരു കുട്ട സാധനങ്ങളുണ്ട്, ഇവിടെ എല്ലാ സാധനങ്ങളും. ഒന്നാമത്തെ സൈഡ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് വെക്കാൻ പോകുന്നത് എന്റെ ഫയലാണ്. ഈ ഫയൽ എനിക്ക് 10ാം ക്ലാസ് എന്തോന്ന് ജയിച്ചപ്പം അപ്പുറത്തെ വീട്ടിൽ ആമോ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അടുത്ത് വെക്കാൻ പോകുന്നത് എന്റെ ബാഗ്, നീല ബാഗ്. ഇനി നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഇനി പാക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് എന്റെ പാത്രങ്ങളാണ്. അതുകൊണ്ട് ഈ ബേസ് ബോർഡിന്റെ അകത്താണെങ്കിൽ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം കൂടെ ചുമന്ന് ട്രെയിനിൽ കൊണ്ടുപോകണം. അത് ഞാൻ പോകുന്നത് AC-യിലല്ല, സ്ലീപ്പറിലാണ്. അപ്പൊ ഭയങ്കര ചൂടായിരിക്കും. ഞാൻ കഴിച്ച നമ്മുടെ ദോശ ഞാൻ ചൂടൂല. എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ചപ്പാത്തിയാണ്. ഞാൻ ചപ്പാത്തി തിന്നെ ചെയ്യും. ഞാൻ പണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മാപ്പിന്റെ ഷേപ്പിലൊക്കെ വരുന്നത്. ഇവൻ റൗണ്ട് വന്നില്ലെങ്കിലും ഒരു ഓവൽ സ്ക്വയർ ഷേപ്പ് ഒക്കെ. പണ്ട് മറ്റേ ഇന്ത്യയിലെ മാപ്പിൽ ഇങ്ങനെ. നമ്മൾ അടുത്തതായിട്ട് ഫുഡ് ഐറ്റംസ് ആണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ചിപ്സ് കൊണ്ടുവന്നത് സിമിയാണ്. പക്ഷെ സിമിക്ക് താല്പര്യമില്ല വരാം. ഒന്ന് കാണിക്കട്ടാ, ഒരു ഹായ് കാണിക്ക്. ഇതാണ് സിമി, ഇതാണ് എന്റെ മാമി. ഇനി അടുത്ത് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യാൻ പോകുന്നു. നീലപ്പ ഒരു ഹായ് പറ. ഒരു ഹായ് പറ. ഹായ് പറ. അടുത്ത് നമ്മൾ വെക്കാൻ പോകുന്ന ലേസ് ആണ്. അടുത്തത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഫെറാറോ വാഷറാണ്. ഇത് കണ്ണകി കൊണ്ടുപോകുന്ന ഫെറാറോ വാഷർ. ഇമ്മലെ കാത്തു അമീര മറ്റേ ചിക്കൻ എവിടെ ഇതിന്റെ അകത്ത് വെച്ചാ? കാത്തു അമീര ചിക്കൻ കറി, മീൻ കറി 2 ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അച്ചാറ മറ്റേ റെഡി ടു മാച്ച് ചിനി ചേച്ചിക്കുന്ന വയറിളകിയ സാധനം ഉണ്ടല്ലോ, അത് അടുത്ത ചിപ്സ്. ഈ ചോക്ലേറ്റുകൾ കൊണ്ടുവന്നത് ശ്രീകുട്ടി ചേച്ചിയാണ്. പിന്നെ ഈ കിൻഡർ ജോയികൾ കാത്തുമാമി. ഈ മുട്ടായി ഇതെല്ലാം കാത്തുമാമിയുടെ മുട്ടായികൾ. എല്ലാം മധുരങ്ങൾ. ഇത് അന്തമാമിയിലെ വിജയമാമന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. പിന്നെ ഇത് 2 അമ്മായിയുടെ ചിപ്സ്. അല്ല, ഇത് വലിയച്ഛന്റെ കടയിൽ ഞാൻ വാങ്ങിച്ചത്. അയ്യോ, ഇത് ആശമാമിയുടെ ചക്ക വെച്ചത്. അതിന് വീട്ടിലെ കടയിലാണ്. ഇതാണ് ക്യാമറയുടെ ഫേസ് പാക്ക്. 5-in-1 ഫേസ് പാക്ക് ആണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇത് കമന്റ് ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു തരാം. 200 ഉള്ള നൈക്കയിൽ ഓഫർ ഉണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ബാക്ക് പാക്കിങ്ങിൻ്റെ ഫുൾ വീഡിയോ അതിലില്ല ഗൈസ്. ക്യാമറ ഓഫായി ഇപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അവസാനം കുറച്ച് സാധനങ്ങൾ വെക്കുന്നത്, ബാഗ് പാക്ക് ചെയ്യുന്നതൊന്നും അതിലില്ലായിരുന്നു ഗൈസ്. ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എന്നാലും എടുത്തതല്ല, ഒരു മെമ്മറിക്ക് വേണ്ടി കിടക്കട്ടെ, വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ സ്ഥലത്തെത്തി. അപ്പോൾ ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ് നാളെ ഈ വീഡിയോ കണ്ടിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് ലേഗായി. ഞാൻ ഇവിടെ എത്തിയിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം എൻ്റെ റൂമിൽ, ഞാൻ വന്ന റൂമിൽ വൈഫൈ ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. ഇപ്പോഴാണ് ഒന്ന് വൈഫൈക്ക് ആയത്. അതിനാണ് നല്ല സമയം എടുത്തത്.
എൻ്റെ ബാക്ക് പാക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധനും ഫിഷ് ടാങ്കൊക്കെ ഇരിക്കുകയാണ്. ഫിഷ് ടാങ്കിൽ മീൻ വാങ്ങിച്ചില്ല, 2 ആഴ്ച കൊണ്ട് അടുത്തൊന്നും അക്യൂറിയില്ല, കുറച്ച് പോകണം. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് മീൻ വാങ്ങാൻ പോകാൻ വേണ്ടി. അപ്പോൾ ഇന്ന് പോയി മീൻ വാങ്ങണം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ എന്തായാലും എൻ്റെ വ്ളോഗ് ലൈക്ക് ട്രാവൽ എങ്ങോട്ടാണ് പോകണം ആ വ്ളോഗ് വരും. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എല്ലാം ഇടുന്നുണ്ട് എവിടെയാണ് പോകണമെന്നല്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം ഗൈസ്. അപ്പോൾ അതാണ്. അപ്പോൾ ഓക്കെ, ലൈക്ക് നമുക്ക് ബാക്കി കാണാം ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇപ്പം നിങ്ങൾ അടുത്തിൻ്റെ ബാക്കി വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.